നമസ്കാരം. ലാലേട്ടൻ്റെ ഒപ്പം സിനിമയിൽ ബാലതാരമായി എത്തി മലയാളികളുടെ മനസ്സ് കീഴടക്കിയ കൊച്ചുമിടുക്കിയാണ് മീനാക്ഷി. അതിനുശേഷം മീനാക്ഷി പല ചിത്രങ്ങളും ചെയ്തു. അതെല്ലാം തന്നെ മലയാളിക്ക് ഏറെ ഇഷ്ടമായി. അങ്ങനെ വളരെ സക്സസ്ഫുള്ളായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ അവർക്ക് പൊടുന്നനെ ചില രാഷ്ട്രീയ അഭിപ്രായങ്ങൾ കടന്നു വരുന്നു. പലതും യുക്തിഭദ്രമല്ലാത്തത് കൊണ്ട് തന്നെ എയറിൽ കയറ്റി വിടുന്നത് ഒരു പതിവായിരുന്നു. ഇന്നലത്തെ പോസ്റ്റും അങ്ങനെ ആയിരുന്നു. ഇന്ന് പുള്ളിക്കാരി അതിനൊരു ന്യായീകരണവുമായിട്ട് വന്നിട്ടുണ്ട്. ഗ്യാസ് കത്തുമ്പോൾ ചില രാജ്യങ്ങളും ചില രാജ്യകാര്യങ്ങളും പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കഴിഞ്ഞ എൻ്റെ പോസ്റ്റിൽ ഗ്യാസ് ക്ഷാമത്തെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. അതുവഴി യുദ്ധഭീകരത എന്ന ഒന്നിനെപ്പറ്റി പറഞ്ഞിരുന്നത് ചിലയിടങ്ങളിലും ചില കമൻറ്റുകളിലും രാജ്യത്തിനെതിരായോ നമ്മുടെ ഭരണാധികാരികൾക്കെതിരായോ ഒക്കെ എന്ന രീതിയിൽ കാണുന്നു. സത്യത്തിൽ അത് തെറ്റാണ്. യാതൊരുവിധ രാഷ്ട്രീയവും കലർന്ന ഒരു പോസ്റ്റല്ല അത്. ഇവിടെ ഞാൻ യുദ്ധം അതിൽ നേരിട്ട് പങ്കെടുക്കുന്ന രാജ്യങ്ങളെ മാത്രമല്ല, നിഷ്പക്ഷമായി നിൽക്കുന്ന നമ്മുടെ രാജ്യത്തെ പോലുള്ള രാജ്യങ്ങളെയും പെട്ടെന്ന് ബാധിക്കും. അതായത് യുദ്ധാവസ്ഥ ലോകം മുഴുവൻ മോശമാക്കുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെയോ ഭരണാധികാരികൾക്കെതിരെയോ അല്ല ഈ പോസ്റ്റ് എന്നാണ് മീനാക്ഷി ഇവിടെ നമ്മളടുത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെ മീനാക്ഷി അതിനൊരു ന്യായീകരണം കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ പോസ്റ്റ് ചെന്ന് പതിക്കുന്നത്, ആ പോസ്റ്റിലെ ചെന്ന് പതിക്കുന്നത്, അല്ലെങ്കിൽ മീനാക്ഷി ആദ്യം ഉദ്ദേശിച്ചത് ഇങ്ങനെയൊന്നും ആകാൻ ഒരു സാധ്യതയുമില്ല. രാജ്യത്തെ ഗ്യാസ് ക്ഷാമത്തിനെ അല്ല അത് മീനാക്ഷി ലക്ഷ്യം വെച്ചത് എന്ന് ഉറപ്പാണ്. അതായത് നമ്മുടെ നാട്ടിൽ ചില ഹമാസ് പക്ഷക്കാരുണ്ട്. അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ പക്ഷപാതികൾ പോലുമുണ്ട്. അവരെയൊക്കെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് മീനാക്ഷി ഇട്ട പോസ്റ്റാണ് എന്ന് പകൽ പോലെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അത്ര നിസ്സാരമായ പോസ്റ്റിനെ കാണാനും പറ്റില്ല. മീനാക്ഷിയുടെ മുൻ പോസ്റ്റുകൾ പോലെ തന്നെയാണ് ഇതും. മീനാക്ഷി ഉദ്ദേശിക്കുന്ന കാര്യം ജനങ്ങൾക്ക് മനസ്സിലാകും. ജനങ്ങൾ പൊട്ടന്മാരല്ല എന്ന് ദയവായി താരം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ പോസ്റ്റ് ചെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇറാനെ പിന്തുണയ്ക്കാതെ അമേരിക്കയെ പിന്തുണച്ച് യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നു, അത് ഭരണാധികാരികൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിത്. ഗ്യാസ് പോയത് നമ്മുടെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനാക്ഷി എടുത്തു വച്ചിരിക്കുന്ന ഗ്യാസ് കുറ്റികൾ ഫുള്ളാണ്. ഗ്യാസ് ഫില്ലായിരിക്കുന്ന കുറ്റിയാണ്. അതിനകത്ത് സീൽ പോലും പൊട്ടിച്ചിട്ടില്ല. ഇനി എവിടെ നിന്നാണ് ഗ്യാസ് പോയതെന്നറിയില്ല. ഇനി നാട്ടിലാരുടെയെങ്കിലും ഗ്യാസ് പോയതാണോ എന്നറിയില്ല. എന്തായാലും ഗ്യാസ് പോയത് നമ്മുടെയാ എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി പറഞ്ഞിട്ടുണ്ട്. മീനാക്ഷി ഇതിനൊരു ന്യായീകരണവും ഇന്നിപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ന്യായീകരണവും ഫേസ്ബുക്കിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിലാണെങ്കിൽ യുദ്ധം എത്ര മാരകമാണെന്നറിയാൻ മുറ്റത്ത് മിസൈൽ വീഴണമെന്നില്ല. ലോകസമാധാനത്തിന് വേണ്ടിയുള്ള ചില ഒരു അഭിപ്രായമായിട്ട് ഇതിനെ വേണമെങ്കിൽ പരിഗണിക്കാം. പക്ഷേ അത്ര നിർദോഷകരമായിരുന്നില്ല പല മുൻ ഫേസ്ബുക്ക് പോസ്റ്റുകളും. അല്ലെങ്കിൽ മുൻപ് ജാതിക്കെതിരെയൊക്കെ കമൻ്റ് ഉണ്ട്. അത് ജാതി പഠിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ല എന്നുള്ള രീതിയിലാണ്. ജാതി വളരെ നല്ലതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ള ധാരണയിലായിരിക്കാം മീനാക്ഷി അതിട്ടത്. ഒരിക്കലും ജാതി വ്യവസ്ഥയോ അല്ലെങ്കിൽ ജാതീയമായിട്ടുള്ള വേർതിരിവിനെയോ ഒന്നും നല്ലതായി കണ്ടുകൊണ്ട് രാജ്യം ഒരിക്കലും കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എവിടുന്നാണ് കുട്ടിക്ക് ഈ ഒരു ബുദ്ധി തലയിൽ ഉദിച്ചത് എന്ന് നോക്കിയാൽ കുട്ടിയുടെ മെൻറ്റേഴ്സിൽ പലരും എങ്ങോട്ടാണ് ചിന്തിക്കുന്നത്, ഏത് വഴിക്കാണ് ചിന്തകൾ പോകുന്നത് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുട്ടിയുടെ മെൻറ്റേഴ്സിൽ നിന്ന് പകർന്നു കിട്ടിയ ഒരു അറിവാണിത്. ഇത് നമ്മുടെ നാട് ജാതീയമായി ഭിന്നിച്ച് കിടക്കുന്നു. ആ ജാതി ഭിന്നതയെ അനുകൂലിക്കുന്നൊരു സർക്കാർ നമുക്കുണ്ട്. ആ സർക്കാർ ഇവിടെ വീണ്ടും ജാതി ഊട്ടി ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന തരത്തിൽ തന്നെയാണ് പോസ്റ്റിനെ നമുക്ക് കാണാൻ കഴിയുക. അത് തന്നെയാണ് കുട്ടി ഇവിടേക്കും മറ്റൊരു പ്ലേറ്റിൽ അടിച്ചിരിക്കുന്നത്. പഴയ കുപ്പിയിലെ പുതിയ വീഞ്ഞുമായി എത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ യുദ്ധം പശ്ചിമേഷ്യയിലാണെങ്കിലും യുദ്ധം എത്ര മാരകമാണെന്നറിയാൻ മുറ്റത്ത് മിസൈൽ വീഴണമെന്നില്ല. പക്ഷേ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ ആക്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ, അതായത് അവരുടെ ജീവന് ഭീഷണിയായി മാറുന്നു എന്ന് തോന്നുമ്പോഴാണ് മിക്കപ്പോഴും രാജ്യങ്ങൾ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ വരിക. ഇസ്രായേൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു രാജ്യമാണ്. ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് മനസ്സിലായി കണ്ടപ്പോഴാണ് ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്തിയത്. അതായത് എല്ലാ കാലത്തും ജൂതന്മാരെ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമം പശ്ചിമേഷ്യയിലും മധ്യേഷ്യയിലുമൊക്കെ നടക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്തിരുന്നു ഇറാൻ. 2040 ഇസ്രായേലിനെ ഭൂമുഖത്തുനിന്ന് അപ്രത്യക്ഷമാക്കണം എന്നതായിരുന്നു
ആയതുള്ള അൽ ഖമനയുടെ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യത്തെ തച്ചു തകർക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്തത്. ഇപ്പോൾ പല രാജ്യങ്ങളും ഇസ്രായേലിനെ ആക്രമിക്കുവാനോ അല്ലെങ്കിൽ ഇറാനെ പരസ്യമായി അനുകൂലിക്കാനോ ഇറാനെ പരസ്യമായി അനുകൂലിക്കാനോ തയ്യാറാകാത്തത് അമേരിക്ക ഒരു ഭാഗത്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഇസ്രായേലിനോടുള്ള ഒരു കാര്യം കൊണ്ടുമല്ല. അപ്പോൾ അമേരിക്ക ഒരു ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയുടെ സഹായം ഈ മധ്യേഷ്യൻ രാജ്യങ്ങൾക്ക് വേണം. അതുകൊണ്ടാണ് ഇവർ പതുക്കെ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവർ ഇറാനൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ. ഇപ്പോൾ പാകിസ്ഥാനും ആകെ പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാന് ഇറാനെയും അനുകൂലിക്കാൻ വയ്യ, എന്നാൽ ഇസ്രായേലിനെയും അനുകൂലിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ്. കാരണം അമേരിക്ക മറ്റു ഭാഗത്തുണ്ട്. ഈ പാകിസ്ഥാനാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ഇവിടെ നിന്ന് ലഭിച്ചേലേ പറ്റുള്ളൂ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യവും കൂടി ഇവിടെ കണ്ടുകൊണ്ട് വേണം കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട്. മീനാക്ഷി ഇതൊന്നും കാണാതെ പോയി, ഇതൊന്നും കേൾക്കാതെ പോയി. ഇപ്പോൾ യുദ്ധത്തിനെതിരെ പറയുവാൻ ആർക്കും സാധിക്കും, പക്ഷേ ആ യുദ്ധം ഉണ്ടാകാൻ ചില കാരണങ്ങളുണ്ട്. അത് നമ്മുടെ തന്നെ നിലനിൽപ്പ് ആപത്തിലാകുമ്പോൾ നടത്തുന്ന പ്രത്യാക്രമണം മാത്രമാണ്. അപ്പോൾ അതിനെ നമുക്ക് യുദ്ധമൊന്നൊന്നും, സത്യത്തിൽ യുദ്ധമാണ്, പക്ഷേ യുദ്ധമൊന്നൊന്നും നമുക്ക് കാണുവാൻ കഴിയില്ല. കാരണം അത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം തന്നെയാണ്. അത് ആരാണ് മനസ്സിലാക്കേണ്ടത്? ഇറാനാണ് മനസ്സിലാക്കേണ്ടത്. ഇറാനെ പിന്തുണയ്ക്കുന്ന ആരാണ്? ഇവിടെയുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികളാണ് ആ രീതിയിൽ വിശ്വസിക്കുന്നത്, ഇറാനെ പിന്തുണയ്ക്കണമെന്ന്. അപ്പോൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മീനാക്ഷിയും ഈ രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നേ ആൾക്കാർ പരിഗണിക്കുകയുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.